ആദ്യമായിട്ടാണോ ഫുൾ മൂവി കാണുന്നത്? ആദ്യമായിട്ടാണോ ഡബിങ് കഴിഞ്ഞിട്ട്? സമയത്ത് കണ്ടു, അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയി. അപ്പോൾ ഇപ്പോൾ അത് കാണുമ്പോഴാണ് അതിലുള്ള ലൈക്ക് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് അതന്ന് ടൈറ്റിൽ ലോഞ്ചിൻ്റെ സമയത്ത് we are giving a lot of messages. In fact, the movie is discussing a lot of topic in a single go. അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇങ്ങനൊരു മൂവിയുടെ ഭാഗമാണ്. പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കഴിഞ്ഞാൽ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് കാണുന്നുണ്ടേ. അതാണ് കാരണം ഇതിൽ ഡയലോഗ്സ് പലതും കുറവാണ്, പക്ഷെ ഒരു എക്സ്പ്രഷൻസും ഒരു മൂവിയിൽ എനിക്ക് ഡയലോഗ്സ് വളരെ കുറവാണ്. ഇൻഫാക്ട് ഡയലോഗ്സ് ഇല്ല തന്നെ പറയാം. പക്ഷെ എക്സ്പ്രഷൻസ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടിയൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരുന്നത്. പിന്നെ എൻ്റയർലി രണ്ട് ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. അതിൽ നിൽക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് വലിയ, എല്ലാവർക്കും അത് രണ്ടായി തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് വലിയൊരു നല്ല കാര്യം. കഥാപാത്രം തന്നെയായിരുന്നു സതീശൻ. കുറേ നാൾ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് പോയില്ല. അത് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ സെൻറ്റിമെൻറ്റ്സ് ആയിരിക്കും. സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഏതായാലും കഥാപാത്രം എല്ലാവരും കാണണം, ശ്രദ്ധിക്കപ്പെടണം എന്ന് വിശ്വസിക്കുന്നു. ഒരു മുഖ്യ കഥാപാത്രം പിന്തുമ്പോൾ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് നിങ്ങൾ അതിൽ? അങ്ങനെയൊന്നുമില്ല. ഇതിപ്പം ഈ ഒരു കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡയറക്ടർ ഞാൻ ചോദിച്ചു, എന്നെ ഏൽപ്പിക്കാൻ നിങ്ങൾക്ക് ചങ്കൂറ്റോട്ടാണ് ഡയറക്ടറോട് ചോദിച്ചത്. അപ്പോൾ ശരീരത്തെ മാനേഴ്സൊക്കെ വെച്ചിട്ട് എനിക്ക് നിങ്ങൾ നന്നായി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ 101% ഞാൻ തന്നിരിക്കും, തീർച്ചയായും ഏൽപ്പിച്ച് കഴിഞ്ഞാലെന്ന് പറഞ്ഞു. പക്ഷേ എന്തോ ഒരു ഇതിലങ്ങ് സംസാരിച്ചു. പക്ഷേ ഷൂട്ട് തുടങ്ങിയപ്പോഴാണ് എനിക്ക് അടുത്ത ഡെപ്തിലേക്ക് ഇറങ്ങി ചെന്നത്. ഓരോ ദിവസം അത് കഴിയുമ്പോഴേക്കാണ് അത് മനസ്സിലായത് എന്താണ് പ്രതീക്ഷിക്കുന്നതാണ്. എന്തായാലും പ്രേക്ഷകർക്കും അത് ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. എൻ്റെ അഭിനയ ജീവിതത്തിൽ എനിക്ക് എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ലഭിച്ചത്. ഇത് ഫെസ്റ്റിവലിലേക്ക് ഏതെങ്കിലും സെലക്റ്റഡ് ആയിട്ടുണ്ടോ? തീർച്ചയായും ഫെസ്റ്റിവലിൽ പോകണം. നിരവധി മേളകൾ മത്സരിക്കേണ്ട ചിത്രമാണ്. മത്സര വിഭാഗത്തിലേക്ക് അയക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിയേറ്റർ റിലീസാക്കും ചിത്രം. എന്തായാലും വലിയൊരു വിജയമായി മാറട്ടെ. ഓ സന്തോഷം. നിങ്ങളെ മീഡിയക്കാരിൽ എന്നായിട്ട് കൂടിയുള്ളത്. മീഡിയക്കാരുടെ സപ്പോർട്ട് ഉണ്ടാകണം തീർച്ചയായും. ഇനിയും ഇതുപോലുള്ള കഥാപാത്രങ്ങൾ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്. പൊങ്കാലയിലൊക്കെ ശ്രീനിവാസിയുടെ ഭാഗ്യത്ത് അത് ത്രൂ ഔട്ട് ക്യാരക്ടറൊന്നുമല്ല. ഇത് ഇത്രയും ഒരു കഥാപാത്രം ഇങ്ങനെ കിട്ടിയിരിക്കുന്നു. ചെയ്തിട്ടുണ്ട്. ഏനിയുണ്ട്, ഇനി യമഹ അങ്ങനെയുള്ള പടങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കഥ കേട്ടപ്പോൾ ഏതെങ്കിലും ഇതിനോടനുബന്ധിച്ച് മറ്റു ജനമേഖലകളിലേക്ക് ഇതിൻ്റെ കഥാപാത്രം ആവാൻ വേണ്ടി എന്തെങ്കിലും തയ്യാറെടുപ്പ്? അല്ല, ഞാൻ സതീഷിനെ കുറിച്ച് ഇദ്ദേഹം എനിക്ക് ഡയറക്ടർ ജീവിച്ചിരുന്ന വ്യക്തിയായിരിക്കണം. അപ്പം ഞാൻ ഡയറക്ടറോട് ചോദിച്ചു എനിക്ക് വ്യക്തിയെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കാണുമെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഞങ്ങൾക്കൊന്ന് കാണണ്ട. ആദ്യം കണ്ട് അദ്ദേഹത്തിൻ്റെ പേര് വന്നു ഇതിലിട്ടിരിക്കുന്നത്. അപ്പോൾ അത് വേറൊരു മോശം എൻ്റെതായ സ്റ്റൈലിൽ അത് എൻ്റെതായ മാനസങ്ങളിൽ ഇംപ്രവൈസ് ചെയ്ത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അത് പക്ഷേ കഥാപാത്രം കാണാനും നന്നായി. കാരണം ആ സ്റ്റൈലും ഒക്കെ രൂപപ്പെടുന്നത് എൻ്റെതായ രീതി സതീശൻ എങ്ങനെ മോൾഡ് ചെയ്തെടുക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. മനസ്സിലൊരിതുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ആദ്യത്തെ ചിത്രമാണെങ്കിലും അതും ഒരു ജാതി വ്യവസ്ഥ തന്നെ ഒരു ചില അനാചാരങ്ങളെ പറ്റിയാണ്. അതെ അതെ. അപ്പം അത് ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പം ഒരു പരിധിവരെ അങ്ങനെയുള്ള സമൂഹത്തിൽ നിന്നും ചില എതിർപ്പുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും തരത്തിൽ പേടിയുണ്ടോ? അല്ല, ഇത് ഫെസ്റ്റിവലിൽ പോയി തിയേറ്ററിലേക്ക് നമ്മുടെ നാടുകളിലേക്ക് എത്തുമല്ലോ. ക്രൗഡ് പൊതുജനങ്ങൾ കാണും. അപ്പോഴേക്ക് തീർച്ചയായും എതിർപ്പും അത് ശക്തമായ രീതിയിൽ ഇത് വരാൻ സാധ്യതയുണ്ട്. കാര്യം അങ്ങനെ ജാതി വ്യവസ്ഥക്കെതിരെയല്ലേ, ചെറിയ കളിയല്ലല്ലോ ചെയ്തിരിക്കുന്നത്. അത് സംവിധായകരും നിർമ്മാതാവും ഒക്കെ തന്നെ അവർ അത് സംസാരിക്കും. അതോടൊപ്പം തന്നെ ഞാൻ അവർ തന്ന കഥാപാത്രം ചെയ്തു എന്നേ ഉള്ളൂ. എന്തായാലും ഒരു വിജയമാരട്ടെ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. നമ്മുടെ സംവിധായകൻ പറഞ്ഞത് മനോരമ സെലക്ഷൻ കിട്ടിയ ആദ്യത്തെ ചിത്രത്തിൻ്റെ സംവിധായകനാണ്. അദ്ദേഹം ഒരു പടത്തിൽ ചുമ്മാ കളിക്കില്ലെന്ന് നമുക്കറിയാൻ എൻ്റെ എന്താ ഇപ്പോൾ ആദ്യ ഷോ കഴിഞ്ഞിറങ്ങി എന്താ പറയുക? നമ്മളൊരു പ്രതീക്ഷ നമ്മുടെ ടെക്നീഷ്യന്മാർക്ക് നമ്മുടെ ക്രൂര് മാത്രം വെച്ചതാണ് മീഡിയക്കാർക്ക് പറ്റി. സിനിമയുടെ കുറച്ചൊരു സാങ്കേതികത ഞങ്ങൾ ഫെസ്റ്റിവലിലേക്ക് പോകുമ്പോൾ അതിനുശേഷം ഞങ്ങൾ റിലീസ് ചെയ്യും. ഫെസ്റ്റിവലാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. കാരണം മോഹൻലാലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ലോകമായിരുന്നു കൊടുക്കില്ല.
ഭാഷ പറഞ്ഞ ഒരു പാവം ജനവിഭാഗം താമസിക്കുന്ന പ്രദേശമാണിത്. ഫെസ്റ്റിവലിൽ നമുക്ക് എന്ത് കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് അയ്യപ്പത്തേക്ക് അയച്ചിട്ടുണ്ട് പറയുന്നത്. എൻ്റെ മകൻ ഡോക്ടറും എഞ്ചിനീയറുടെ മകൻ എഞ്ചിനീയറും വക്കീലിൻ്റെ മകൻ വക്കീലിനാവുന്ന സ്ഥിതിയാണ്. അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ മകൻ വീണ്ടും ഫിലിം ഇൻഡസ്ട്രി, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ മകൻ വീണ്ടും ഫിലിം ഇൻഡസ്ട്രി. സാധാരണക്കാരായ ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട്. ഇപ്പം ഞങ്ങളുടെ തന്നെ നായകൻ TRമായിട്ട് വളരെയധികം വർഷം വർക്ക് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് നായിക വേഷത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹം കൂടെ കാണിച്ചിട്ടുണ്ട്. ജനം പറയട്ടെ, എല്ലാവർക്കും അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം നല്ല സമൂഹത്തിൻ്റെ മുന്നിൽ നല്ല ആക്ട്രസ്സായി വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിനും ഒരു അവസരം കൊടുക്കാൻ, അതായത് സാമൂഹ്യ നന്മ അല്ലെങ്കിൽ ജീവകാരുണ്യം എന്ന് പറയുന്നത് പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഡൊണേഷൻ കൊടുത്ത് മാത്രമല്ല, കലാപരമായിട്ട് പിന്നിൽ നിൽക്കുന്നവരെയും സാമൂഹികമായിട്ട് പിന്നിൽ നിൽക്കുന്നവരെയും സ്പോർട്സ് രംഗത്തും ഒക്കെ ഏതെല്ലാം മേഖലകളിൽ പിന്നിൽ നിൽക്കുന്നവരെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംവിധാനമായിട്ടാണ് ഞാനിതിന് കണക്കാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മംഗളം ഉണ്ടാവട്ടെ എന്നുള്ളത് എൻ്റെ പ്രാർത്ഥനയും. നമുക്കറിയില്ല, നമ്മൾ ആരൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, അതാണ് എനിക്ക് പറയുന്നത്. കാരണം ഇന്ന് ലോകം ഒരുപാട് മാറിയിരിക്കുന്നു. പണ്ടൊക്കെ ആചരണങ്ങൾ വെച്ചൊക്കെ കവിത എഴുതിയിരുന്ന കാലത്ത് ഇന്ന് എല്ലാവർക്കും അവരവരുടെ പേരും അവരവരുടെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കിക്കൊണ്ട് നമുക്ക് പറയാനുള്ളത് പറയാം. കാരണം നമുക്ക് ജീവിതത്തിൽ ഒറ്റ ജീവിതമേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് വി ആർ ലേണിംഗ്, ദെൻ വി ആർ ഏണിംഗ്, വി ആർ റിട്ടേണിംഗ്. അത് എന്ത് ഏൺ ചെയ്തു, എന്ത് ലേൺ ചെയ്തു, അത് നമ്മുടെ സ്വകാര്യ വിഷയങ്ങളാണ്. ഇപ്പം ഷാജു വാലപ്പൻ നല്ല മെറ്റീരിയൽ അല്ലെങ്കിൽ പണം സമ്പാദിച്ചു. പക്ഷേ ഞാൻ സമ്പാദിച്ചത് കുറച്ച് വിജ്ഞാനം മാത്രമല്ല, സാഹചര്യം അങ്ങനെയല്ല. പക്ഷേ ഇത് രണ്ടും യോജിച്ചപ്പോൾ ഈ സിനിമയിൽ ഒത്തിരി സന്ദേശങ്ങൾ, അത് ഇന്ന് അനിവാര്യമായ സന്ദേശങ്ങൾ. രണ്ട് സിനിമകളും വലിയ നിലയുള്ള വലിയ മൂല്യങ്ങളുള്ള സിനിമകളാണ്. നമ്മുടെ കാലഘട്ടത്തിൽ എല്ലാ ആളുകളും ഇത്തരത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ചെറുപ്പക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് ഒരു പരിധിവരെ തലമുതിർന്ന ആളുകൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും കാര്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. 19ാം നൂറ്റാണ്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ 20ാം നൂറ്റാണ്ടിലെ ആദ്യ കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും പലതും അങ്ങനെയൊക്കെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ആ പച്ചയായ യാഥാർത്ഥ്യം, ഒരു വേർതിരിവ്, സമൂഹത്തിലെ ആളുകൾ തമ്മിലുള്ള വേർതിരിവ്, ജാതിയുടെയും മതത്തിൻ്റെയും പേരിലൊക്കെയുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന വേർതിരിവ്, അത് വളരെ പച്ചയായി തൻ്റെ ഇടത്തോടു കൂടിയാണ് സമൂഹത്തിലേക്ക് ഇവർ അവതരിപ്പിച്ചത്.